നമ്മുടെ കയ്യിലൊരു സാംസങ്ങിൻ്റെ ഫോൺ, പുതിയ മോഡൽ A36 5G ആണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ലോക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് അൺലോക്ക് ചെയ്യാൻ നമ്മൾ പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉണ്ട്. പഴയ പോലെ നമുക്ക് വോളിയം ബട്ടൺ ഞെക്കി പിടിച്ചാലൊന്നും നമുക്ക് അൺലോക്ക് ഫാക്ടറി സെറ്റിലേക്ക് വരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് അറിയാത്തവർക്കാണ്, അറിയുന്നവർക്കുള്ളതല്ല. നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഫോണ് മൊബൈലിൽ, അതായത് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്യുക. അതായത് കമ്പ്യൂട്ടറിൽ ജസ്റ്റ് കേബിൾ വെച്ചിട്ട് നിങ്ങൾ USB-ൻ്റെ വയർ വെച്ചിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ വോളിയം ഡൗണും അതേപോലെ വോളിയം നമുക്ക് പവർ സ്വിച്ചും കൂടെ ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യാമെന്നുള്ളത്. ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചാൽ സെറ്റ് ഓഫ് ആവും. പക്ഷേ ഇത് ഓഫ് ആകാറുണ്ടെങ്കിൽ ലോക്ക് അറിയാത്ത കാരണം കൊണ്ട് നമുക്കത് ഓഫാക്കാൻ കഴിയില്ല. കാരണം വെച്ചാൽ അവിടെ ഇപ്പോൾ ലോക്ക് ചോദിക്കും. അപ്പോൾ ഞാൻ അതിങ്ങനെ ചെയ്യുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് USB കണക്ട് ചെയ്യുക. ഓക്കെ, USB കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ വോളിയം ഡൗൺ ഞെക്കേണ്ടത്. ഫസ്റ്റ് നമ്മൾ സെറ്റ് ഓഫ് ആക്കണം. അപ്പോൾ ഓഫാക്കാൻ നമുക്ക് കഴിയില്ല, കാരണം വെച്ചാൽ ലോക്ക് ഉണ്ടായതുകൊണ്ട് നമുക്കിത് ഓഫാക്കുമ്പോൾ അവിടെ ലോക്ക് ചോദിക്കും. അപ്പോൾ നമുക്കിത് ഓഫാക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വോളിയം ഡൗൺ ഞെക്കി സെറ്റിനെ ഓഫാക്കണം. USB കൊടുക്കുക. കറക്റ്റ് കൊടുത്തതിന് ശേഷം വോളിയം ഡൗൺ, അതേപോലെ പവർ ബട്ടൺ ഞെക്കി പിടിക്കുക. കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, ഒരു 3 സെക്കൻഡോളം പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി. സെറ്റ് ഓഫ് ആവും. സെറ്റ് ഓഫായി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ വോളിയം അപ്പ്, അതായത് മുകൾ ഭാഗത്ത് മുകളിലോട്ട് കൂട്ടുന്ന വോളിയം അപ്പ് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക. അതേപോലെ പവർ സ്വിച്ചും പ്രസ് ചെയ്ത് പിടിക്കുക. ഓക്കെ, എന്നിട്ട് സെറ്റ് ഓണായി വരുന്ന ടൈമിൽ നമുക്ക് ജസ്റ്റ് ആ പവർ ബട്ടൺ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കണം. മറ്റേ ബട്ടൺ ഒരിക്കലും റിലീസ് ചെയ്യരുത്. റീകവറിയും കൂടി വരുന്ന ടൈമിൽ മാത്രമേ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ റിലീസ് ചെയ്യുകയാണ് പവർ ബട്ടൺ. ഓക്കെ, ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളെ ഫാക്ടറി മോഡിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുത്തെ റീകവറി മോഡിൽ നിന്ന് നേരെ ഫാക്ടറി റീസെറ്റ് എന്നുള്ള ഓപ്ഷനിലേക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഫാക്ടറി റീസെറ്റ് അടിക്കാൻ പറ്റും. ഓക്കെ, അതിൽ ഫാക്ടറി മോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അറിയുന്ന ആൾക്കാർക്കാണ്, അറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞത്. അറിയുന്നവർക്ക് ഇതൊക്കെ ചെയ്യാൻ സിമ്പിളായിരിക്കും. പക്ഷേ കുറേ ആൾക്കാർക്ക് അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ റീസെറ്റ് ചെയ്യാം. അതുപോലെ ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ ഇത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഫ്രീ അല്ലാതെ ചെയ്യുന്ന ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. അതിങ്ങനെ റീസെറ്റ് ആവാത്ത കുറേ കേസുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മളെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, വാട്സപ്പ് നമ്പർ. ജസ്റ്റ് നിങ്ങൾ ചാറ്റ് ചെയ്താൽ നമുക്ക് റീപ്ലൈ തരുന്നുണ്ടാവും. ഓക്കെ, അതുപോലെ FRP ലോക്ക്, ഇതിപ്പോൾ നമ്മൾ അൺലോക്ക് ആക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഓണായി വന്നു കഴിഞ്ഞാൽ FRP ലോക്ക് വരും. FRP ലോക്ക് പറഞ്ഞാൽ ഇമെയിൽ അഡ്രസ്സ് കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ഇത് ഇമെയിൽ പിന്നെ ഓപ്പൺ ആക്കാൻ കഴിയില്ല. സെയിം ഇമെയിലോടും പാസ്വേഡും അടിച്ചാൽ മാത്രമേ പിന്നെ അത് ഓപ്പൺ ആവുള്ളൂ. അത് സാംസങ്ങിൻ്റെയും ഐഫോൺ ഐക്ലോഡായിട്ടും പലതായിട്ടും ഉണ്ട്. അപ്പോൾ സെക്യൂരിറ്റി സംബന്ധമായുള്ളതാണ്. അപ്പോൾ സ്വന്തം ഫോണിൻ്റെ റീസെറ്റ് കാര്യങ്ങളൊക്കെ മറന്നു പോയതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളതിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഓൺലൈൻ അൺലോക്കിങ് എല്ലാ കാര്യങ്ങളും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ല റേറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മളെ സാംസങ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടാണ് ഇത് അൺലോക്ക് ആയിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇമെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അൺലോക്ക് സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. മൊബൈൽ ഷോപ്പുകാർക്ക് കറക്റ്റ് നല്ല റേറ്റിന് നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.